ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് തുള്ളി അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അയലത്തൊരു വീട്ടിലാട്ടോ പോകുന്നത്. ഉല്ലാസേട്ടയുടെയും സുനിച്ചേച്ചിയുടെയും വീട്. അതായത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇടിച്ച് കയറി ചെന്ന് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നാൽ അധികാരം തോന്നുന്ന ഒരേ ഒരു വീട് എനിക്കിത് മാത്രമേ ഉള്ളൂ. ഞാൻ ബമ്പർച്ചിരി വരാൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഉല്ലാസേട്ടായി. ഈ ചേട്ടായി പിള്ള കുറേ നാളായി മരിച്ചു പോയിട്ട്. പക്ഷേ ചേച്ചിയും രണ്ട് പിള്ളേരും അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്. മൂത്തമുള്ള കല്യാണമൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ പോകാറുണ്ട് കേട്ടോ. ഈ തവണ ഞാൻ അവിടെ പോയത് അവരുടെ പറമ്പിൽ കുറച്ച് റംബൂട്ടാൻ നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ റംബൂട്ടാൻ, പേരയ്ക്ക, പപ്പായ, ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ച് പറയും. ഞാനവിടെ പോയി ഇങ്ങനെ കൊത്തിപ്പറക്കി തിന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് റംബൂട്ടാൻ പറിച്ച് അങ്ങനെ സുനിച്ചേച്ചിക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്ന് ചേച്ചിയോട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ അവർ സിറ്റൗട്ടിലിരുന്നത് കഴിക്കുമായിരുന്നു. അതുകഴിയുമ്പോൾ ചേച്ചിയുടെ മൂത്ത മോൾ അവിടെ ഉണ്ട്, അമ്മു. ഈ അന്യം നിന്ന് പോയൊരു കലാരൂപമാണ് ഈ പേന്നോട്ടം. അപ്പം എൻ്റെ തല കെട്ടിക്കഴിഞ്ഞ് അമ്മ ഇങ്ങനെ നോക്കും. വീഡിയോ എടുത്തപ്പോൾ നാണായി ഓടി. ഞാൻ അടുക്കള ചെന്നപ്പോഴത്തേനും തെരളി ഉണ്ടാക്കുന്നതാണ്, വയണയില. ഇവർ കൂത്താട്ടുളങ്കാർ പറഞ്ഞ എടണയില. അപ്പം അങ്ങനെ തെരളി ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നേ വരെ സുനിച്ചേച്ചിക്ക് ഭയങ്കര നാണാണ്. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. തേങ്ങ ചിരണ്ടി അതിൽ പിന്നെ ശർക്കര ചിരകി ചേർത്ത്. അപ്പോൾ ഈ ചക്കയും ഇതെല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ചേച്ചി കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഞാനിത് മ്യൂട്ടാക്കിയത് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത് ഇളക്കി എന്നോട് കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നേ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവസാനം ക്യാമറയ്ക്ക് മുന്നേ കാണിക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നല്ലപോലെ ഇളക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു പോയിരുന്ന് ഈ വയണയില മറ്റേ കുമ്പിൾ പോലെ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുമ്പിൾ കുത്തി കാര്യമൊക്കെ പറയായിരുന്നു. അങ്ങനെ കുമ്പിൾ കുറച്ച് കുത്തി ഇങ്ങനെ ആക്കി കേട്ടോ. നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുമ്പിൾ കുത്തി വെച്ചിട്ട് അതിലെല്ലാം ഫില്ല് ചെയ്ത് അടുപ്പിൽ വെച്ച്, ആദ്യം ഗ്യാസ് വെച്ച് പിന്നെ അവിടെ നിന്നെടുത്തിട്ട് ചേച്ചി അടുപ്പിൽ വെച്ച്. അങ്ങനെ അടുപ്പിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആവി പറക്കുന്ന തെരളി, നല്ല ചക്കയപ്പം റെഡിയായി. അങ്ങനെ പാൽച്ചായ എടുത്തിട്ട് ഇത് അവരുടെ മുറ്റത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്നു. പിന്നെ സൊറ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കഴിച്ചു. ഞാൻ ഈ ഷൂട്ടില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും ഞാനവിടെ പോയിരിക്കാറുണ്ട്. ചേച്ചി വിളിക്കാറുണ്ട് കേട്ടോ. അത് ചേട്ടായി ഉള്ളപ്പോഴും ഞാൻ പോകാറുണ്ട്, ഇപ്പോഴും ഞാൻ പോകാറുണ്ട്. അപ്പം എനിക്ക് അവിടെ പോയിരിക്കാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു, അത് കഴിച്ചു. എന്തെങ്കിലും സ്പെഷ്യലാക്കി ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ സുനിച്ചേച്ചി അപ്പം എന്നെ വിളിക്കും, മായ വന്നുണ്ടോ, അതുണ്ട് കേട്ടോ, കപ്പ ബിരിയാണി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പം ഞാൻ അവിടെ പോയി നിന്ന് കഴിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റോറിയൊക്കെ പറഞ്ഞ് വർത്തമാനം പറയണം. അവസാനം ഷെഫിനെ നൈസായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതുങ്ങി ക്യാമറയും കൊണ്ടിരിക്കുകയായിരുന്നു. ഷെഫ് മുഖം തരാതിരിക്കുകയാണ്. ഇതാണ് കേട്ടോ സുനിച്ചേച്ചി. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ സങ്കടം പറഞ്ഞാൽ നമ്മളേക്കായി മുന്നേ കരയുന്നൊരു സ്ത്രീയാണിത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഴിച്ചു. അവസാനം തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.